ഫീനിക്സിൻ്റെയും ബോബിൻ്റെയും ഫ്ലൈറ്റ് ക്രാഷിന് ശേഷം നമ്മുടെ നായകനും റൂസ്റ്ററും കൂടെ അവരുടെ ആ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായകൻ റൂസ്റ്ററിനോട് പറയുകയാണ്, ഞാനിതൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട ഉടനെ റൂസ്റ്റർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായകൻ തിരിച്ചു പോകുന്ന സമയത്ത് റൂസ്റ്റർ പെട്ടെന്ന് നായകനോട് പറയുകയാണ്, എനിക്കൊരിക്കലും എൻ്റെ വിങ്മാനെ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നായകൻ തിരിച്ചു പറയുന്നത്, നീ വളരെ ഭാഗ്യവാനാണ്. ഒരുപാടൊക്കെ പറക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ നഷ്ടമാകും. അതാണ് ഈ ഒരു പ്രൊഫഷൻ. ഈ സമയം റൂസ്റ്റർ പറയുന്നത്, നിങ്ങൾക്കിതൊക്കെ പറയാൻ വളരെ എളുപ്പമാണല്ലേ, നിങ്ങളൊരു ഫാമിലി മാൻ അല്ല, കുട്ടികളില്ല, ഭാര്യയില്ല, നിങ്ങൾ മരിക്കുമ്പോൾ പോലും കരയാനായിട്ട് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ഇമോഷൻസ് ഒന്നും ഇല്ലാതെ പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ തിരികെ പോകുന്ന നായകനോട് റൂസ്റ്റർ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അക്കാഡമിയിൽ നിന്ന് എൻ്റെ അപേക്ഷ തള്ളിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ കരിയറിന് കുറുകെ നിന്നത്. വളരെ ദേഷ്യത്തോടെയായിരുന്നു റൂസ്റ്ററിൻ്റെ ഈ ഒരു ചോദ്യം. ഒന്ന് ചിന്തിച്ച ശേഷം നമ്മുടെ നായകൻ ഉത്തരം പറയുകയാണ്, നീ അതിന് റെഡിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ആകാശത്തിൽ വെച്ച് വളരെയധികം സമയം നമുക്ക് ചിന്തിക്കാനൊന്നും കിട്ടില്ല. നീ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് നിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയതെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ നായകൻ റൂസ്റ്ററിനോട് പറയുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് റൂസ്റ്റർ തിരിച്ചു പറയുകയാണ്, എൻ്റെ അച്ഛനും നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഈ സമയം അഡ്മിറൽ ബെയ്റ്റ്സ് വന്നിട്ട് നായകനോട് പറയുകയാണ്, ബാഡ് ന്യൂസ്, നായകന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഐസ്മാൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിന്റെ ചടങ്ങുകൾക്കൊക്കെ ശേഷം എയർ ബോസ് നമ്മുടെ നായകനെ ഡെസ്കിലേക്ക് വിളിപ്പിക്കുകയാണ്. നീ ഇനി എത്ര സമയം വേണമെങ്കിലും റെസ്റ്റ് എടുത്തോളൂ, ഇനി നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നീ ഈ മിഷനിൽ നിന്ന് പിന്മാറുക. ഇത് കേട്ട ഉടനെ നമ്മുടെ നായകൻ എയർബോസിനോട് പറയുന്നുണ്ട്, സർ എനിക്ക് കുറച്ച് സമയം കൂടെ തരൂ, ഈ മിഷൻ ഫ്ലൈ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ തെളിയിക്കാം എന്നൊക്കെ എയർബോസിനോട് നമ്മുടെ നായകൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ നായകനെ ഈ ഒരു മിഷനിൽ നിന്ന് അവർ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അങ്ങനെ ഈ ഒരു വിഷമത്തിൽ നമ്മുടെ നായകൻ പെനിയെ കാണാനായിട്ട് പെനിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്, ഇനി ഐസ്മാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ല, പക്ഷേ നിന്റെ കഴിവുകൾക്ക് മുന്നിൽ നിന്നെ ജയിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് പെനി നമ്മുടെ നായകനെ എൻകറേജ് ചെയ്യാണ്. മാത്രമല്ല നിനക്ക് ഈ ഒരു മിഷനിലേക്ക് തിരിച്ചു കയറാനായിട്ട് നീ തന്നെ ഒരു വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പെനി നമ്മുടെ നായകനെ ഉപദേശിക്കുകയാണ്. അടുത്ത സ്ക്രീനിൽ എയർബോസ് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ലക്ഷ്യത്തിലെത്താനുള്ള സമയം 2.5 മിനിറ്റിൽ നിന്ന് 4 മിനിറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല താഴ്വരയിലുള്ള നിങ്ങളുടെ വേഗത 620 നോട്ട്സിൽ നിന്ന് 420 നോട്ട്സ് ആയിട്ട് താഴ്ത്തിയിട്ടുമുണ്ട്. താഴ്വരയിലൂടെയുള്ള പറക്കൽ ഈ ഒരു സ്പീഡിൽ കൂടാൻ പാടില്ല. ഈ സമയം ബോബ് എയർബോസിനോട് ചോദിക്കുന്നത്, സർ അപ്പോൾ അവരുടെ 5th ജനറേഷൻ ഫൈറ്റേഴ്സിന് നമ്മുടെ കുറുകെ വരാനുള്ള സമയം നമ്മൾ മനഃപൂർവ്വം കൊടുക്കുന്നത് പോലെയല്ലേ. ഈ സമയം എയർബോസ് റിപ്ലൈ ചെയ്യുന്നത്, ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ കഴിവ് കൊണ്ട് അവയിൽ നിന്ന് ഡോഗ് ഫൈറ്റ് വഴി രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ നിങ്ങളുടേത് ഉയർന്ന വേഗതയാണെന്നുണ്ടെങ്കിൽ മലയിലിടിച്ച് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രവുമല്ല ലക്ഷ്യത്തെ കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് വേണം ആക്രമിക്കാൻ. വടക്കേ മലയിടുക്കിൽ നിന്ന് ആക്രമിക്കുന്നതാവും നല്ലത്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഉയർന്ന ജി ക്ലൈംബ് ഒഴിവാക്കുകയും ചെയ്യാം. ഈ സമയം ഫാൻ ബോയ് പേ ബാക്കിനോട് പറയുകയാണ്, ഇതിപ്പോ ശത്രു മിസൈൽസിന്റെ വായിലേക്ക് നേരെ ചെന്ന് കയറി കൊടുക്കുന്ന പോലെ ആയിരിക്കുമല്ലോ ഇത്. ഈ സമയം തന്നെ ഇവരുടെ മീറ്റിംഗ് റൂമിന്റെ ഡിസ്പ്ലേയിലേക്ക് ആരോ കണക്ട് ചെയ്യുകയാണ്. ഡിസ്പ്ലേയിൽ വളരെ വേഗത്തിൽ ഒരു സിംഗിൾ F-18 എയർക്രാഫ്റ്റ് പറന്നു വരുന്ന സീനാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ സമയം എയർബോസ് ചോദിക്കുകയാണ്, ഹൂ ദ ഹെൽ ഈസ് ദാറ്റ്. ഇതേ സമയം റേഡിയോയിൽ ഒരു വോയിസ് നമുക്ക് കേൾക്കാം. അത് നമ്മുടെ നായകന്റേതായിരുന്നു. റേഞ്ച് കൺട്രോളിലേക്ക് പറക്കാനുള്ള അനുമതി ചോദിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ റേഞ്ച് കൺട്രോളിൽ നിന്ന് അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഇന്ന് പരിശീലനമുള്ളതായി ലിസ്റ്റിലില്ലല്ലോ. ഇതേ സമയം നമ്മുടെ നായകൻ, അതൊന്നും നോക്കണ്ട, എന്തായാലും ഞാൻ പോവുകയാണ്. ലക്ഷ്യം കാണാനുള്ള സമയം 2 മിനിറ്റ് 15 സെക്കൻഡ്സ്. സമയം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൈലറ്റ്സ് എല്ലാം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് 2.25 മിനിറ്റ് ഒന്നും ഒരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനെയുള്ള ടോക്കിങ്സ് ഒക്കെയാണ് ഇപ്പോൾ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം 2 മിനിറ്റും 15 സെക്കൻഡ്സും മാത്രം ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ മിഷനിൽ നിന്നും ഒഴിവാക്കിയത് കൊണ്ട് ഈ മിഷൻ താൻ പറഞ്ഞ പോലെ തന്നെ പോസിബിൾ ആണെന്ന് അഡ്മിറൽ ബെയ്റ്റ്സിനെയും എയർബോസിനെയും നമ്മുടെ പൈലറ്റ്സിനെയും ഒക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് തന്റെ കഴിവുകളെല്ലാം പുറത്തെടുക്കുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ മലയിടുക്കുകളിലൂടെ നമ്മുടെ നായകന്റെ F-18 വളരെ വളരെ വേഗത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എയർബോസും അഡ്മിറൽ ബെയ്റ്റ്സും പൈലറ്റ്സും എല്ലാം വളരെ ആകാംക്ഷയോടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 16 സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ലേസർ ബുൾസൈ ഉപയോഗിച്ച് നമ്മുടെ നായകൻ ആദ്യത്തെ ടാർഗറ്റ് സ്ട്രൈക്ക് ചെയ്ത് തകർക്കുകയാണ്. ഈ സമയം ആ ഒരു റൂമിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്തെ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കിക്കാണണം. ഡിസ്പ്ലേയിൽ 10 ടൈംസ് ദ ജി ക്ലൈംബ്. ഈ സമയം എയർബോസ് പറഞ്ഞതനുസരിച്ച് അഡ്മിറൽ ബെയ്റ്റ്സ് നമ്മുടെ നായകനെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്കൾ എന്നെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണല്ലോ ക്യാപ്റ്റൻ. ഒരു വശത്ത് ഈ ഒരു മിഷൻ പോസിബിൾ ആണെന്ന് താങ്കൾ തെളിയിച്ചു കഴിഞ്ഞു.
ജീവനോടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗവും തുറന്നുകൊണ്ട്. എന്നാൽ മറുവശത്ത് താനത് ചെയ്തത് ദശലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു വിമാനം മോഷ്ടിച്ച്, അതും വളരെ അപകടകരമായ രീതിയിൽ പറപ്പിച്ച്. തനിക്ക് വക്കാലത്ത് പറയാൻ ഇനി ഐസ്മാൻ ഇല്ല. താങ്കളെ കോർട്ട് മാർഷൽ ചെയ്ത് അപമാനിച്ച് പിരിച്ചുവിടാനുള്ള എല്ലാ തെളിവും ഇപ്പോൾ എന്റെ പക്കലുണ്ട്. താങ്കൾ തന്നെ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു മിഷന്റെ സക്സസിന് വേണ്ടി പൈലറ്റുമാരുടെ ജീവനും അപകടത്തിലാക്കണോ, അതോ എന്റെ കരിയർ തന്നെ റിസ്ക് ചെയ്ത് തന്നെ പിടിച്ച് ടീം ലീഡർ ആക്കണോ? ഈ സമയം നമ്മുടെ നായകൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്തോ പറയാനായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് അഡ്മിറൽ ബേറ്റ്സ് പറയാണ്, എയർബോസ് ഒരു ആത്മകഥം നടത്തിയതാണ് ക്യാപ്റ്റൻ. അങ്ങനെ നമ്മുടെ എയർബോസ് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ പണയപ്പെടുത്തി നായകനെ ടീം ലീഡറാക്കി ഇവരുടെ പരിശീലനം പൂർത്തിയാക്കി മിഷന് വേണ്ടി ഇവരെ നീ പാകപ്പെടുത്തണം. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയി ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ദ മിഷൻ ഡേ. ഈ സമയം തന്റെ ഫോക്സ് ട്രോട്ട് ടീമിനെ നായകൻ സെലക്ട് ചെയ്യുകയാണ്. ഫീനിക്സ് ആൻഡ് ബോബ്, പേ ബാക്ക് ആൻഡ് ഫാൻ ബോയ്. ഈ സമയം അഡ്മിറൽ ബേറ്റ്സ് പറയുകയാണ്, താങ്കളുടെ വിങ്മാനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. നായകന്റെ മറുപടി, റൂസ്റ്റർ ആയിരിക്കട്ടെ എന്റെ വിങ്മാൻ. ഈ സമയം അഡ്മിറൽ ബേറ്റ്സ് പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാവരും കപ്പലിൽ സൂട്ടപ്പ് ചെയ്ത് സജ്ജരായിരിക്കുക. റിസർവിന് അഡ്മിറൽ ബേറ്റ്സിന്റെ മിഷനെ കുറിച്ചുള്ള ഫൈനൽ എക്സ്പ്ലനേഷൻ. നമുക്കെതിരെയുള്ള സുവ്യക്തമായ ഒരു ഭീഷണിയാണ് നിങ്ങൾ തകർക്കേണ്ടത്. ശത്രുരാജ്യത്തിന്റെ അധീനതയിലുള്ള ഒരു യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് 2 മലകൾക്കിടയിലുള്ള ഭൂഗർഭ അറയിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പ്രവേശന മാർഗത്തിന് ശക്തമായ കാവലായി വ്യോമയാന മിസൈലുകളുണ്ട്. അതിനു പുറമെ 5ാം തലമുറ ഫൈറ്റർ ജെറ്റുകളും. നിങ്ങളുടെ F-18 പോർ സംഘം അതിർത്തി കടന്നാലുടൻ USS ലേറ്റി ഗൾഫിൽ നിന്നുമുള്ള ടൊമാഹോക്ക് മിസൈലുകൾ ഒരുമിച്ച് ശത്രുവിന്റെ വിമാനത്താവളം ലക്ഷ്യമാക്കി കുതിക്കും. ഇതവരുടെ റൺവേ തകർക്കും. അവരുടെ ഡിഫൻസ് എയർക്രാഫ്റ്റുകൾക്ക് ടേക്ക് ഓഫ് ചെയ്യൽ ഇമ്പോസിബിൾ ആക്കും. പക്ഷേ മുന്നേ പറന്നുയർന്ന വിമാനങ്ങളുമായി നിങ്ങൾ പോരാടേണ്ടി വരും. ടൊമാഹോക്കുകൾ പതിക്കുന്ന നിമിഷം നിങ്ങൾ വരുന്നുണ്ടെന്ന് ശത്രുവിന് മനസ്സിലാവും. ലക്ഷ്യം കാണാനുള്ള സമയം 2 മിനിറ്റ് 30 സെക്കൻഡ്സ്. ഇതിൽ കൂടുതൽ സമയമെടുത്താൽ ടൊമാഹോക്കുകളിൽ തകരാത്ത വിമാനങ്ങളുടെ കണ്ണിൽ നിങ്ങൾ പെടും. ആൻഡ് യു ആർ ഡൺ. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്ര നാൾ പരിശീലിച്ചത്. സുരക്ഷിതരായി തിരികെ വരിക. അങ്ങനെ അവസാന നിമിഷത്തിൽ റൂസ്റ്റർ നമ്മുടെ നായകന്റെ അടുത്തേക്ക് എന്തോ സംസാരിക്കാനായിട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഫൈനൽ അനൗൺസ്മെന്റ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നായകൻ റൂസ്റ്ററിനോട് പറയുകയാണ്, നമ്മൾ തിരിച്ചു വന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും. നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഇത് നിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് നമ്മുടെ നായകൻ റൂസ്റ്ററിനെ എൻകറേജ് ചെയ്യുകയാണ്. ഈ സമയം കോക്പിറ്റിലുള്ള നമ്മുടെ നായകൻ ലാഡറിൽ നിൽക്കുന്ന ഹോണ്ടോയോട് സംസാരിക്കുകയാണ്. നീ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇനി ഒരിക്കൽ എനിക്കത് പറയാൻ സാധിച്ചു എന്ന് വരില്ല. ഇത്രയും നാള് ഒരുമിച്ചുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ തമ്മിൽ ഇനിയൊരിക്കലും തമ്മിൽ കാണാൻ സാധിക്കുമോ എന്ന് പോലും അറിയാത്ത സമയത്ത് പറയുന്ന ഒരു ഗുഡ് ബൈ സീൻ. അങ്ങനെ ഫൈനലായിട്ടുള്ള ചെക്കുകൾക്കൊക്കെ ശേഷം എല്ലാ ഡാഗേഴ്സും, അതായത് ടോട്ടലായിട്ട് 4 ഡാഗറുകളാണുള്ളത്. നമ്മുടെ നായകന്റേത്, റൂസ്റ്ററിന്റേത്, ഫീനിക്സിന്റേത്, ഫാൻ ബോയും പേ ബാക്കിന്റെയും. റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായി വരുന്ന ചലനങ്ങൾ നിരീക്ഷിക്കാനായിട്ട് കമാൻസിയുടെ 11 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് 20,000 അടി ഉയരത്തിൽ പറക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റിലുള്ള ഒരു ലേഡി നമ്മുടെ ഡാഗറുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ റഡാറിൽ ക്ലിയർ ആണ്, ദയവായി താഴ്ന്നു പറക്കുക. അങ്ങനെ അവരെല്ലാവരും ഒരു വെൽഡഡ് വിങ് വ്യൂഹമായി റഡാറിന് താഴെ വെള്ളത്തിന് തൊട്ടു മുകളിലായി പറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇവരെല്ലാവരും റഡാറിന് താഴെ എത്തിയതുകൊണ്ട് ഇപ്പോൾ E2 പിക്ചർ എന്ന് പറയുന്ന ഒരു മോഡിലാണ് കമാൻഡി 11 വിവരങ്ങൾ ഇവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നായകന്റെ ഡാഗർ 1 കമാൻഡിയോട് റിക്വസ്റ്റ് ചെയ്യാണ്, എന്താണ് സ്റ്റാറ്റസ്? അപ്പോൾ കമാൻഡി 11 റിപ്ലൈ ചെയ്യുന്നത്, രംഗങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ അവർ ശത്രുപാളയത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ നായകന്റെ ഡാഗർ 1 ടൊമാഹോക്കുകൾ ലോഞ്ച് ചെയ്യാൻ ബേസിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അങ്ങനെ അകത്തെത്തി കഴിയുമ്പോഴത്തേക്ക് ഇവര് ആദ്യത്തെ സർഫസ് ടു എയർ മിസൈൽസ് നോക്കി കാണുന്നുണ്ട്. ശത്രു വിമാനത്താവളത്തിൽ ടൊമാഹോക്കുകൾ പതിക്കാനായിട്ട് 30 സെക്കൻഡ്സ് കൂടി ഇനി ബാക്കി. ഈ സമയം കൂടുതൽ സർഫസ് ടു എയർ മിസൈൽസ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിക്കണ്ട് പേടിച്ചാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. ഈ സമയം കമാൻഡി 11 2 ശത്രു വിമാനങ്ങളുടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഗ്രൂപ്പായിട്ടാണ് അവർ വരുന്നത്. ഇവരീ കണ്ടത് ശത്രുരാജ്യത്തിന്റെ ലോങ് റേഞ്ച് പെട്രോൾ ആയിരുന്നു. ഈ സമയം ഫീനിക്സ് അവരുടെ ഡയറക്ഷൻസ് ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഡാഗേഴ്സിൽ നിന്ന് മാറിയാണ് ലോങ് റേഞ്ച് പെട്രോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാഗേഴ്സ് എല്ലാം തന്നെ ഇപ്പം E2 പിക്ചറിലായതുകൊണ്ട്, അതായത് റഡാറിന് താഴെ ആയതുകൊണ്ട് ലോങ് റേഞ്ച് പെട്രോളിന് അറിയില്ല ഡാഗേഴ്സ് എല്ലാവരും അവരുടെ താവളത്തിലുണ്ടെന്ന്. ഈ സമയം നമ്മുടെ നായകൻ റേഡിയോയിലൂടെ അനൗൺസ് ചെയ്യുകയാണ്, ടൊമാഹോക്കുകൾ വിമാനത്താവളത്തിൽ പതിക്കുന്ന നിമിഷം ഇപ്പോൾ കണ്ട ശത്രുവിമാനങ്ങൾ ലക്ഷ്യം സംരക്ഷിക്കാനായി വരും. അതിനേക്കാൾ മുന്നേ നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ട് സ്പീഡ് കൂട്ടാനായിട്ട് നമ്മുടെ നായകൻ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അങ്ങനെ ഫീനിക്സും എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള സാം സൈറ്റ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ച് റൂസ്റ്റർ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂസ്റ്ററിന് ഇപ്പോൾ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ സമയം കമാൻഡി 11 ബേസിലേക്ക് ഡാഗറുകൾ 3ഉം 4ഉം
വളരെ പിന്നിലാണ്. 1 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഉടനെ തന്നെ ബേസിൽ നിന്നുള്ള അനൗൺസ്മെന്റ്, ടൊമഹോക്കുകൾ ഇതാ പതിക്കുന്നു. ഈ സമയം തന്നെ ടൊമഹോക്കുകൾ വളരെ വേഗത്തിൽ ശത്രുവിന്റെ റൺവേയിലേക്ക് വന്ന് പതിക്കുകയാണ്. അങ്ങനെ ആ റൺവേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡിസ്ട്രോയ് ആയി പോവുകയാണ്. ലോങ് റേഞ്ച് പെട്രോളുള്ള ആ ഒരു 2 വിമാനങ്ങളും ടാർഗറ്റിന് ലക്ഷ്യമാക്കി അവരുടെ കോഴ്സ് സ്വിച്ച് ചെയ്യുകയാണ്. റൂസ്റ്റർ എൻഗേജ് ചെയ്യാത്തതുകൊണ്ട് ഫാൻ ബോയും പേ ബാക്കും റൂസ്റ്ററിന്റെ പിന്നിലാണ്. അവർക്കും എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച ശേഷം റൂസ്റ്റർ വീണ്ടും റീ എൻഗേജ് ചെയ്യുകയാണ്. അങ്ങനെ റൂസ്റ്ററിന്റെ ഇപ്പോഴുള്ള വേഗത 800 നോട്ട്സിന് മുകളിലാണ്. ഡാഗർ 1ഉം 2ഉം ഇപ്പോൾ ആദ്യത്തെ ക്ലൈംബിന്റെ അടുത്തേക്ക് എത്തിയേക്കാണ്. ഈ സമയത്താണ് വളരെ നേരമായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുക. അതായത് ഉയരത്തിലേക്ക് ഡാഗറുകൾ പറക്കുമ്പോഴത്തേക്ക് റഡാറിന്റെ കണ്ണിലേക്ക് പെടില്ലേ എന്ന ചോദ്യത്തിന് ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റുകൾ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഒരു വാലിയിലാണ്. അതിന്റെ 2 സൈഡിലുമായി മലകളാണ്. അപ്പോൾ അതുകൊണ്ടും റഡാറിലേക്ക് ഡാഗറുകൾ പ്രത്യക്ഷപ്പെടത്തില്ല. അങ്ങനെ നമ്മുടെ നായകൻ ബോബിന്റെ സഹായത്തോടെ ലേസർ ബുൾസൈ ഉപയോഗിച്ച് ആദ്യത്തെ സെറ്റ് ഓഫ് ബോംബുകൾ ടാർഗറ്റിൽ ലോക്ക് ചെയ്ത് വർഷിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ബോംബ് വളരെ സക്സസ്ഫുൾ ആയി തന്നെ ലക്ഷ്യം കണ്ടു. ഈ സമയം ഡാഗേഴ്സ് 1ഉം 2ഉം രണ്ടാമത്തെ ക്ലൈംബിലാണ് ഉള്ളത്. ഈ സമയം ജി ക്ലൈംബിന്റെ അളവ് 9.2 വരെ ഉയർന്നു വരുന്നത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ സെറ്റ് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവരുടെ ലേസർ ബുൾസൈക്ക് എന്തോ തകരാറ് സംഭവിക്കുകയും അങ്ങനെ ഫാൻ ബോയ് തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഊഹമെന്നോണം ടാർഗറ്റിലേക്ക് ബോംബ് വർഷിക്കുകയാണ്. അങ്ങനെ ഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, രണ്ടാമത്തെ ബോംബും ഡയറക്റ്റ് ആയിട്ട് തന്നെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ക്ലൈംബിന്റെ മുകളിൽ വെച്ച് ശത്രുവിന്റെ സാംസന്റെ കണ്ണിലേക്ക് നമ്മുടെ ഡാഗറുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അതിഗംഭീരമായിട്ടുള്ള വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സാംസിൽ നിന്നുള്ള ഒരു അടിപൊളി ഡിഫൻസ് ഫൈറ്റ് ആണ് നമുക്ക് ഈ ഒരു സീനിൽ വിസിബിൾ ആവുക. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക പോയിന്റിൽ വെച്ച് ഒരു മിസൈല് നമ്മുടെ റൂസ്റ്ററിന്റെ നേർക്ക് വരികയും റൂസ്റ്ററിന്റെ എയർക്രാഫ്റ്റിൽ ഫ്ലെയർ സ്റ്റോക്ക് ഇല്ലാതെ വരികയും ഇവൈഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഈ സമയം നമ്മുടെ നായകന്റെ F-18 റൂസ്റ്ററിന്റെ എയർക്രാഫ്റ്റിന്റെ മുകളിലേക്ക് പറപ്പിച്ച ശേഷം ഫ്ലെയേഴ്സ് ഡിപ്ലോയ് ചെയ്യുകയാണ്. റൂസ്റ്ററിനെ രക്ഷപ്പെടുത്തിയത് കാരണം ഇപ്പോൾ ഒരു വെർട്ടിക്കൽ പൊസിഷനിലാണ് നമ്മുടെ നായകന്റെ എയർക്രാഫ്റ്റ് ഉള്ളത്. തൊട്ട് പിറകെ ഉണ്ടായിരുന്ന ഒരു മിസൈല് നമ്മുടെ നായകന്റെ എയർക്രാഫ്റ്റിൽ ഹിറ്റ് ചെയ്യുകയും ഫ്ലൈറ്റിന്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയാണ് അതിപ്പോ. ഈ സമയം ബേസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ആരും തിരിച്ചു പോകരുത്, എല്ലാവരും ECPയിലേക്ക് തിരികെ വരിക എന്നാണ്. പക്ഷെ റൂസ്റ്റർ ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചുപോയി നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം കമാൻഡ് 11 നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ലോങ് റേഞ്ച് പെട്രോൾ ഉള്ള 2 വിമാനങ്ങൾ ഇപ്പോൾ നിങ്ങളെ ലക്ഷ്യമാക്കി അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ബേസിലേക്ക് തിരിച്ചു പറക്കുക, ആരും തിരികെ പോയി മാവറിക്കിനെ നോക്കേണ്ട ആവശ്യമില്ല. ഈ സമയം സ്പെയർ ഡാഗർ പറക്കുവാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ബേസിൽ നിന്ന് അത് അനുവദിക്കുന്നില്ല. ഈ സമയം നമ്മുടെ നായകൻ ബോധം നഷ്ടപ്പെട്ട് എവിടെയോ കിടക്കുകയാണ്. ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടിട്ടാണ് നായകൻ ചാടി എണീക്കുന്നത്. അങ്ങനെ അത് ശത്രുവിന്റെ ഹെലികോപ്റ്ററാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ തോക്കിന് മുന്നിലാണ് നമ്മുടെ നായകൻ ഇപ്പോൾ നിൽക്കുന്നത്. പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു മിസൈൽ വന്ന് ശത്രുവിന്റെ ഹെലികോപ്റ്ററിൽ ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഈ സമയം തന്നെ ഹെലികോപ്റ്റർ ഒരു തീഗോളമായിട്ട് പൊട്ടിച്ചിതറി പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്പേസിലൂടെ റൂസ്റ്ററിന്റെ F-18 പറന്നു പോവുകയാണ്. തൊട്ടു പിറകെ തന്നെ ഒരു മിസൈല് റൂസ്റ്ററിന്റെ എയർക്രാഫ്റ്റിലും ഹിറ്റ് ചെയ്യുകയാണ്. ഹിറ്റ് ചെയ്ത ഉടനെ തന്നെ റൂസ്റ്റർ ഇജക്ട് ചെയ്യുന്നതും പാരച്യൂട്ടിൽ എങ്ങോട്ടോ പറന്നു പോകുന്നത് നമ്മുടെ നായകൻ ഈ സമയം കാണുന്നുണ്ട്. ഒരുപക്ഷെ റൂസ്റ്റർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ശത്രുവിന്റെ ഹെലികോപ്റ്ററിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നമ്മുടെ നായകന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഈ സമയം റൂസ്റ്ററിന്റെ പാരച്യൂട്ട് കണ്ണിൽപ്പെട്ട നമ്മുടെ നായകൻ റൂസ്റ്ററിന്റെ പാരച്യൂട്ടിന്റെ ദിശ ലക്ഷ്യമാക്കി ഓടുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നമ്മുടെ നായകനും റൂസ്റ്ററും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. റൂസ്റ്റർ ചോദിക്കുന്നു, നീ ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ നായകൻ, എടാ നായിന്റെ മോനെ, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, എന്നിട്ട് നീ ഇപ്പോ ബേസിലേക്ക് തിരിച്ചു പോകാതെ ശത്രുപാളയത്തിൽ തന്നെ, ഇപ്പോ ഞാനല്ലേ മണ്ടൻ? ഈ സമയം റൂസ്റ്റർ തിരിച്ചു പറയുന്നത്, സാറിനെ ഇപ്പോ രക്ഷിച്ചത് ഞാനാണ്, ഞാനില്ലായിരുന്നെങ്കിൽ അവരുടെ വെടികൊണ്ട് സാർ ഇപ്പോ മരണപ്പെട്ടു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഒന്ന് കൂളായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോ അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ അവർ രണ്ടും ഇപ്പോ ഒരു മലയുടെ മുകളിൽ നിന്ന് ശത്രുവിന്റെ റൺവേ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായകൻ തന്റെ മനസ്സിൽ എന്തോ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ബൈനോക്കുലറിൽ നോക്കുന്ന സമയത്താണ് നമ്മുടെ നായകന്റെ കണ്ണിൽ നായകന്റെ പഴയ ആയുധമായിട്ടുള്ള F-14 ടോം ക്യാറ്റ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ റൂസ്റ്ററിന് വളരെ സംശയം ഉണ്ടായിരുന്നു, ഈ സാധനം പറക്കുമോ എന്ന് പോലും അറിയാതെ ഇതെങ്ങനെയാണ് ഇതും കൊണ്ട് രക്ഷപ്പെടുക. അപ്പൊ നമ്മുടെ നായകൻ പറയുന്നത്, ഇതുകൊണ്ട് ഞാൻ 3 മിഗ് വിമാനങ്ങളെ അടിച്ച് താഴെയിട്ടിട്ടുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ശത്രുക്കളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഗാരേജിൽ കിടന്നിരുന്ന ആ ഒരു F-14 അരികിലെത്തുകയാണ്. അങ്ങനെ നമ്മുടെ നായകൻ റൂസ്റ്ററിന് പറക്കുന്നതിന് മുമ്പ് ഗ്യാസ് 120 എത്തിച്ച ശേഷം ഏണി മടക്കി ബാക്കി കാര്യങ്ങളെല്ലാം അൺപിൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ നായകൻ റൂസ്റ്ററിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ നായകന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു തകർന്ന റൺവേയിലെ F-14 ടോം കാറ്റിന്റെ വിങ്സ് നന്നായിട്ട് വിരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ F-14 ടോം കാറ്റ് അവിടുന്ന് പറന്നുയരുകയാണ്. അങ്ങനെ ബേസിലെ റഡാറിൽ റൂസ്റ്ററിന്റെ റേഡിയോ പ്രത്യക്ഷപ്പെടുകയും മാത്രമല്ല ആ ഒരു റേഡിയോയുടെ സ്പീഡ് സൂപ്പർസോണിക് ആയിരുന്നതുകൊണ്ട് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ആയിരിക്കുമെന്നാണ് ആദ്യം അവർ ചിന്തിച്ചത്. എന്നാൽ ഉടനെ തന്നെ റഡാറിലേക്ക് ഒരു F-14 ടോം കാറ്റും പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് അത് മാവറിക് ആണെന്ന്. കടലിലുള്ള ബേസുമായിട്ട് റൂസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ലോങ് റേഞ്ച് പെട്രോളിലുള്ള 2 5th ജനറേഷൻ ഫൈറ്റേഴ്സ് അവരുടെ കണ്ണിൽപ്പെടുന്നത്. ഉടനെ തന്നെ നമ്മുടെ നായകൻ റൂസ്റ്ററിനോട് പറയുന്നത്, നീ പേടിക്കണ്ട, അവരെ കൈവീശി കാണിക്കുക, അവര് അവരുടെ ആളാണെന്ന് വിചാരിച്ചുകൊള്ളും. അങ്ങനെ ഇവർ രണ്ടുപേരും ശത്രുക്കളെ ഇങ്ങനെ വേവ് ചെയ്ത് കാണിക്കുകയാണ്. ആ സമയത്ത് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയത് കൊണ്ടായിരിക്കണം ശത്രുക്കള് നമ്മുടെ നായകന്റെ F-14 അറ്റാക്ക് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് നീങ്ങുന്നത് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ ഒരു സഡൻ ആക്ഷനിൽ പെട്ടെന്ന് തന്നെ തന്റെ ഫ്ലൈറ്റിനെ ഇടത്തേക്ക് തിരിച്ചിട്ട് പോർവിമാനങ്ങൾ ഒന്നിനു നേരെ വെടിയുതിർക്കുന്നു. അങ്ങനെ കൺട്രോൾ പോയ ആദ്യത്തെ വിമാനം താഴത്തേക്ക് നിലം പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നായകൻ റൂസ്റ്ററിനോട് പറയുന്നുണ്ട്, ആകാശത്തിൽ എപ്പോ പുക കാണുന്നു അപ്പോ എന്നോട് നീ പറയുക. പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു. അതാ ആകാശത്തിൽ പുക ഉയർന്നു കഴിഞ്ഞു. അതെ, ശത്രുക്കളുടെ രണ്ടാമത്തെ Su-57 ഉണ്ടായിരുന്ന പൈലറ്റ് നായകന്റെ F-14 നേരെ മിസൈൽ ലോക്ക് ചെയ്ത് മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നായകന്റെ അതിഗംഭീരമായിട്ടുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു മൂവ്. കൺട്രോൾ പോയി താഴേക്ക് പോയിക്കൊണ്ടിരുന്ന ഒന്നാമത്തെ Su-57 ഇടത് സൈഡിൽ കൂടി വലത്തേക്കെടുത്ത് രണ്ടാമത്തെ Su-57 നിന്ന് ഉതിർത്ത മിസൈൽ ഒന്നാമത്തെ Su-57 പതിപ്പിക്കുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ ഒന്നാമത്തെ Su-57 ഇപ്പോ ക്രാഷ് ആയി കഴിഞ്ഞു. ശേഷം രണ്ടാമത്തെ Su-57 നായകന്റെ F-14 വീണ്ടും മിസൈൽ ലോക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഫ്ലെയർസ് ഉപയോഗിച്ച് നായകൻ വീണ്ടും രക്ഷപ്പെടുകയാണ്. വീണ്ടും ത്രോട്ടിൽ സ്പിൻ ചെയ്ത് രണ്ടാമത്തെ Su-57 പിറകിലേക്ക് വന്ന് ശത്രുവിന്റെ Su-57 മിസൈൽ ലോക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 5th ജെൻ ഫൈറ്റേഴ്സിന്റെ എബിലിറ്റി വെച്ച് Su-57 പൈലറ്റ് വളരെ നിസാരമായിട്ട് തന്നെ നായകന്റെ മിസൈലിൽ നിന്ന് ഇവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ ഒരു ടെറൈനാണ് ഇപ്പോൾ താഴെയുള്ളത്. അത് മനസ്സിലാക്കി വളരെ താഴ്ന്നു പറന്നുകൊണ്ട് Su-57 ടാർഗറ്റിംഗ് സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ഇങ്ങനെ ഒരു നീക്കം. അങ്ങനെ താഴ്ന്നു പറഞ്ഞതുകൊണ്ട് Su-57 പൈലറ്റിന് നായകന്റെ F-14 മിസൈൽ ലോക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും മിസൈൽസിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഗണ്ണുപയോഗിച്ചാണ് ഇപ്പോൾ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശത്രുവിന്റെ വിമാനത്തിന് നായകന്റെ വിമാനത്തിൽ വെടിവെച്ച് കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ F-14 വൈഡ് വിങ്സ് ഉപയോഗിച്ച് നായകൻ വളരെ സ്ലോ ഡൗൺ ആയിട്ട് ഉയർന്നു പറന്ന് ശത്രുവിന്റെ പിന്നിലേക്കെത്തി മിസൈൽ ലോക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്തവണ ഫ്ലെയറുകൾ ഉപയോഗിച്ചാണ് ശത്രുവിന്റെ Su-57 രക്ഷപ്പെടുന്നത്. അങ്ങനെ മിസൈൽസ് തീർന്നതുകൊണ്ട് ഗൺസ് ഉപയോഗിച്ചാണ് ഇപ്പോ നമ്മുടെ നായകൻ ശത്രുവിന്റെ Su-57 നേരിടുന്നത്. അങ്ങനെ ശത്രുവിന്റെ താളം മനസ്സിലാക്കിയ നമ്മുടെ നായകൻ അവസാനത്തെ സെറ്റ് ഓഫ് ബുള്ളറ്റുകൾ ശത്രുവിന്റെ Su-57 പതിപ്പിക്കുകയും അങ്ങനെ ശത്രുവിന്റെ Su-57 അവിടെ വെച്ച് ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ ബേസിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എയർബോസും അഡ്മിറൽ ബെയ്റ്റ്സും ബാക്കിയുള്ള പൈലറ്റ്സും ഒക്കെ. അങ്ങനെ രണ്ടാമത്തെ Su-57 നിന്നും രക്ഷപ്പെട്ട് ഓപ്പൺ സീയിലേക്ക് കയറിയ നമ്മുടെ നായകനും റൂസ്റ്ററും പെട്ടെന്ന് തന്നെ മിസൈൽ ലോക്കിന്റെ ടോൺ കേൾക്കുകയാണ്. പക്ഷെ ചുറ്റും നോക്കിയിട്ടും ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ റൂസ്റ്ററിനോട് പറയുകയാണ്, അവൻ നമ്മുടെ മുന്നിലാണുള്ളത്. അങ്ങനെ ആ ഒരു മിസൈലിൽ നിന്നും പ്ലെയറുകൾ ഉപയോഗിച്ച് നമ്മുടെ നായകൻ രക്ഷപ്പെടുകയാണ്. ഇവിടെ വെച്ച് വീണ്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു ഡോഗ് ഫൈറ്റ് ആണ്. നായകന്റെ F-14 മിസൈൽസും ഇല്ല, ഗൺസും ഇല്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇവൈഡ് ചെയ്യുക മാത്രമാണ് ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ ഇവർ രണ്ടുപേരും ഇജക്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ഇജക്ഷൻ ഹാൻഡിൽ വലിക്കുമ്പോഴത്തേക്ക് ഹാൻഡിൽ സ്റ്റക്ക് ആയിരുന്നത് കൊണ്ട് തന്നെ ഇജക്ട് ചെയ്യാൻ പറ്റാതെ വരികയും ഇജക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന നായകന്റെ F-14 അധികം വൈകാതെ തന്നെ ശത്രുവിന്റെ Su-57 മിസൈൽ ലോക്ക് ചെയ്യുകയും ജസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ എവിടെ നിന്നോ ഒരു മിസൈൽ വന്ന് ശത്രുവിന്റെ Su-57 പതിക്കുകയാണ്. അങ്ങനെ ആ നിമിഷം തന്നെ ശത്രുവിന്റെ Su-57 പൊട്ടിച്ചിതറി തകർന്ന് തരിപ്പണമായി പോവുകയാണ്. പെട്ടെന്ന് തന്നെ Su-57 പൊട്ടിത്തെറിച്ച ആ ഒരു പുകയിൽ നിന്ന് സ്പെയർ ആയിട്ടുള്ള ഹാങ്മാന്റെ F-18 പറന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഹാങ്മാന്റെ ഗംഭീര ഡയലോഗ്, ദിസ് ഇസ് യുവർ സേവിയർ സ്പീക്കിംഗ്, ലെറ്റ്സ് സീ ബാക്ക് ഓൺ ഡെക്ക്. ശേഷം നമ്മുടെ നായകന്റെ ഫ്ലൈറ്റിന് ഫ്രണ്ട് ലാൻഡിംഗ് ഗിയർ ഇല്ലായിരുന്നത് കൊണ്ട് ഡെക്കിലേക്ക് ഫൗൾ ഡെക്ക് വഴിയാണ് ലാൻഡ് ചെയ്യിക്കുന്നത്. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ജീവനോടെ തന്നെ തിരിച്ചെത്തിയ സന്തോഷം അവരങ്ങനെ പങ്കിടുകയാണ്. ഇപ്പോ ഇതിനുശേഷം നമ്മുടെ നായകൻ പെനിയെ കാണാൻ വേണ്ടിയിട്ട് പെനിയുടെ ബാറിലേക്ക് വരികയാണ്. ഈ സമയം പെനി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു ദിവസം റൂസ്റ്ററും നായകനും കൂടി തന്റെ പ്രൈവറ്റ് എയർക്രാഫ്റ്റിന്റെ മെയിന്റനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് തനിക്ക് ഒരു ഗസ്റ്റ് വരികയാണ്. മറ്റാരുമല്ല, അത് പെനിയും അമീലിയുമായിരുന്നു.
അങ്ങനെ ഇവർ മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എയർക്രാഫ്റ്റിൽ പിന്നെയും കൂട്ടി ഒരു റൈഡിന് പോവുകയാണ് നമ്മുടെ നായകൻ. ഈ ഒരു രംഗത്തോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഇത്രയും അധികം എൻഗേജിങ്ങും എക്സൈറ്റ്മെന്റ്സും ഇമോഷൻസും അതിലേറെ മൾട്ടിപ്പിൾ ടൈംസ് വാച്ചബിളുമായിട്ടുള്ള എത്ര കണ്ടാലും മതിവരാത്ത ഒരു സിനിമയാണ് ടോപ്പ് ഗൺ മാവറിക്. ഈ ഒരു സിനിമയിലൂടെ തന്നെ ആവട്ടെ നമ്മുടെ ചാനലിന്റെ തുടക്കവും വിജയവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സിനിമകൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.